ഹായ് ഹലോ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു ഫുഡ് ബിസിനസ് ഐഡിയ ആണ്. വേണമെങ്കിൽ നമുക്ക് ക്ലൗഡ് കിച്ചൺ എന്നൊക്കെ പറയാം. എന്നാലും ചെറിയ രീതിയിൽ പറയുകയാണെങ്കിൽ വീട്ടിലെ ഊണ് അല്ലെങ്കിൽ പൊതിച്ചോറ് അങ്ങനെ ഒരു കോൺസെപ്റ്റാണ്. കാരണം ഇന്ന് പല ആൾക്കാരും പുറമെ നിന്നൊക്കെ വന്ന് താമസിക്കുന്ന ഹോസ്റ്റലേഴ്സ്, സ്റ്റുഡൻസിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കും. അവർക്ക് ഈ ജങ്ക് ഫുഡ് എന്നും കഴിച്ച് ഹെൽത്തിനൊക്കെ ഒരുപാട് ഇഷ്യൂസ് വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ ഏറ്റവും കൂടുതൽ അന്വേഷിച്ച് നടക്കുന്ന ഒരു കാര്യമാണ് വീട്ടിലെ ഊണ് അല്ലെങ്കിൽ പൊതിച്ചോറ്, നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഊണ് അങ്ങനെ പ്രിഫർ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പം നമ്മൾ അങ്ങനെയുള്ള ആൾക്കാർ കോൺസെൻട്രേറ്റ് ചെയ്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് ഈ വീട്ടിലെ ഊണ് എന്ന് പറയുന്ന ഒരു ഐഡിയ. അപ്പോൾ നമുക്ക് ആദ്യം ഇതിന് ഓർഡേഴ്സ്, കൺസിസ്റ്റന്റ് ആയിട്ട് ഓർഡേഴ്സ് ഒന്നും ഉണ്ടാവില്ല. അപ്പം നമ്മൾ അതിന് കുറച്ച് പബ്ലിസിറ്റിയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ കൊടുക്കണം. അങ്ങനെ നമ്മൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് വാട്സപ്പിൽ നമുക്കൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. ചെറിയ രീതിയിൽ നമുക്കൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ, ഇൻസ്റ്റാഗ്രാം ത്രൂ ഒക്കെ നമ്മൾ ഇതിന് നല്ലോണം പബ്ലിസിറ്റി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഓർഡേഴ്സ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്വിഗ്ഗി, സൊമാറ്റോ ത്രൂ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് നമുക്ക് ഫുഡ് ആൻഡ് സേഫ്റ്റി ലൈസൻസും GSTയും ആവശ്യമായിട്ടുണ്ട്. പിന്നെ ഇതിന് അത്രമാത്രം ചിലവൊന്നും വരുന്നില്ല. നമ്മൾ വീട്ടിൽ ചെയ്യുന്ന വിഭവങ്ങൾ കുറച്ച് ക്വാണ്ടിറ്റി കൂട്ടിയിട്ട് ഉണ്ടാക്കണമെന്ന് മാത്രം. അത് ഏറ്റവും ഹെൽത്തി ആയിട്ടും ടേസ്റ്റി ആയിട്ടും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. ഒരു ചുരുങ്ങിയത് നമുക്കൊരു വെജിറ്റേറിയൻ ഊണാണെന്നുണ്ടെങ്കിൽ ഒരു 80 രൂപ തൊട്ട് 100 രൂപ വരെയും, അതന്നെ ഒരു നോൺ വെജിറ്റേറിയൻ ഊണാണ്, ഒരു മീൻ വറുത്തതൊക്കെ നിങ്ങൾ അതിൽ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 130 തൊട്ട് 160 രൂപയുടെ ഉള്ളിൽ തന്നെ ഒരു പൊതിച്ചോറിന് മേടിക്കാൻ പറ്റും. നമുക്ക് അത്രമാത്രം ചിലവും അതിൽ വരുന്നില്ല. വീട്ടിലുള്ള ഐറ്റംസ്, ഇപ്പം അതും നമ്മുടെ വീട്ടിൽ കിട്ടുന്ന പ്രൊഡക്റ്റുകളൊക്കെ വെച്ചിട്ട്, അതായത് ഒരു ചീരപ്പേരി, മുരിങ്ങയില തോരൻ അങ്ങനെയൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനും ചിലവ് ചുരുക്കാനും പറ്റും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഐഡിയ വീട്ടിൽ വെച്ചുണ്ടാക്കുന്ന ഫുഡ് നമുക്ക് ഓൺലൈൻ ത്രൂ സെയിൽ ചെയ്തുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്കും ഹൗസ് വൈഫ്സിനും അതുപോലെ തന്നെ എക്സ്ട്രാ ഒരു ഇൻകം വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ചെയ്യാൻ പറ്റുന്ന ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ഐഡിയ ആണ്. അപ്പോൾ ഇതുപോലെയുള്ള ഐഡിയകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത്.